നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ റീഡ് ചെയ്യണം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി മെത്തേഡ്, ആ ടീച്ചിങ് മെത്തേഡ്, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലുപരി വിക്ടേഴ്സ് ചാനൽ നിങ്ങൾ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് SST സെക്കൻഡിലെ 3rd ചാപ്റ്ററിൽ അല്ലെ, നമ്മുടെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ നീഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പർപ്പസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്തെല്ലാമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്തായാലും നമ്മൾ പറഞ്ഞത്, നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് അല്ലെ. എന്തിനു സഹായിക്കുന്നു? ദേശീയ വളർച്ച കണക്കാക്കുന്നതിന് ആര് സഹായിക്കുന്നു? ദേശീയ വരുമാനത്തിന്റെ കണക്ക് കൂട്ടൽ സഹായിക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യാം? വ്യത്യസ്ത രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയുമായിട്ട് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യാം? താരതമ്യം ചെയ്യാം. അതുമായിട്ട് മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയും മറ്റൊരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും തമ്മിൽ എന്ത് ചെയ്യുന്നതിന് വേണ്ടി കമ്പയർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതായത് ഒന്നാമത്തെ നീഡ്, അല്ലെങ്കിൽ എന്താണ് പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഹൗ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഹെൽപ്ഫുൾ ഫോർ എ കൺട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ന് പറയുന്നത്. National income is helpful in calculating the economic growth of a country and to compare the economic growth of different countries. Second point എന്തായിരുന്നു? To assess the contribution of different sectors in the economy. To assess ചെയ്യാവുന്നതാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യുക തന്നല്ലോ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും ഏകദേശം എത്രത്തോളം സംഭാവനയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. To assess the contribution of different sectors in the economy. ആ സെക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, അല്ലെങ്കിൽ പ്രൈമറി, അതുപോലെ തന്നെ സെക്കൻഡറി, അതുപോലെ തന്നെ ടെർഷ്യറി. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കണോമി. ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി, സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇപ്പൊ ഏതൊക്കെയാണ് ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ടു whom to produce എന്ന് പറയുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി സ്റ്റഡി ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ടു ഹെൽപ്പ് ഗവൺമെന്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് പ്രൊജക്ട്. ഇത് ആരെ സഹായിക്കുന്നു? ഗവൺമെന്റിനെ സഹായിക്കും. എന്തിനെല്ലാം? ആസൂത്രണങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ നടപ്പിൽ വരുത്തുന്നതിനും. എന്ത് നടപ്പിൽ വരുത്തുന്നതിന്? വ്യത്യസ്തങ്ങളായ പ്രൊജക്ടുകൾ. അപ്പൊ ഡിഫറെന്റ് പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഇത് ആരെ ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഫിഫ്ത്ത് പോയിന്റ് എന്താണ് പറഞ്ഞത്? ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ കോട്ടങ്ങളും, അല്ലെങ്കിൽ പരിമിതികളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ഏതാണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നിവ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അല്ലാതെ നമുക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. ദിസ് ഇസ് സം ഓഫ് ദം ആണ്. ഇനി എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സ് അതുകൊണ്ടാണ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അപ്പൊ അതിനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. അതുപോലെ തന്നെ ടു മെഷർ ദ സൈസ് ഓഫ് ദി എക്കണോമി. ഒരു എക്കണോമിയുടെ സൈസ്, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം, അല്ലെങ്കിൽ അളവ് മെഷർ ചെയ്യുന്നതിന് ഏത് ഹെൽപ്ഫുൾ ആണ്? നമ്മുടെ കാൽക്കുലേറ്റിംഗ് ഓഫ് നാഷണൽ. ഇത് രണ്ട് അഡീഷണൽ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഏതാണ് പറഞ്ഞത്? 6th പോയിന്റ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ഷൻ പർപ്പസ്. അതുപോലെ തന്നെ അനദർ ഒന്ന് പറയുന്നു ടു മെഷർ ദ സൈസ് ഓഫ് ദി എക്കണോമി.
അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ നമ്മൾ ഒരിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ. അപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രത്യേകതകൾ. എന്താണ് സയൻസ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്, സയൻസിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്, ശാസ്ത്രത്തിന്റെ തന്നെ മറ്റൊരു വേറിട്ട വിഭാഗമാണ് അല്ലെങ്കിൽ ശാഖയാണ്, ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ്. അപ്പൊ സയൻസിനെ സംബന്ധിച്ചോളം സയൻസിൽ എന്തുണ്ട്? ഒരുപാട് കൺസെപ്റ്റുകള്, അതുപോലെ കുറെ അസംഷനുകള്, എക്സ്പെരിമെന്റുകള്, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടുകള്, ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയും. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് മാത്രമല്ല, സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. ബട്ട് അതിലെന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? അതിൽ അസംഷനുകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, കൺസെപ്റ്റുകളുണ്ട്, ആശയങ്ങളുണ്ട്, എക്സ്പെരിമെന്റുകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ റിസൾട്ടുകളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, സ്റ്റഡിയുണ്ട്. ഇതെല്ലാം ഒക്കെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സയൻസ്. അപ്പൊ എക്കണോമിക്സ് എന്ത് തന്നെയാണ്? ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, സയൻസിന്റെ ഒരു ശാഖയാണ്. അപ്പൊ ഇതെല്ലാം എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഈ സ്വഭാവ സവിശേഷത, ഈ ഫീച്ചറുകളോ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സയൻസിന്റെ നാച്ചർ എവിടെ ഇൻക്ലൂഡഡ് ആണ്? എക്കണോമിക്സിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നാഷണൽ ഇൻകത്തില് കൺസിഡർ ചെയ്യുന്ന ചില ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ, പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതിന്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ സുപ്രധാനമായ ചില ആശയങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. താനല്ലോ. അപ്പോ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP എന്ന് പറയും. GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ എന്താന്ന് വിളിക്കുവാനെ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇതെന്താണ്? ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മീൻ ചെയ്യുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു സുപ്രധാനമായ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു ആശയമാണ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ലാസ്റ്റിലുള്ള അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള എന്താണ്? അന്തിമമായിട്ടുള്ള എന്താണ്? ഗുഡ്സിന്റെയും സർവീസസിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. The products that are available for consumption are called the final product. അപ്പൊ എന്താണ് ഫൈനൽ പ്രൊഡക്റ്റ്? അന്തിമ ഉൽപ്പന്നം അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ. നമുക്ക് ഉപഭോഗത്തിന് വേണ്ടി തന്നല്ലോ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളെയാണ് തന്നെ. അല്ലെങ്കിൽ യാതൊരു എന്താണ് മറ്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രക്രിയകൾക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന ഉൽപ്പന്നത്തിനെയാണ് എന്ന് വിളിക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ദ പ്രൊഡക്റ്റ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ ആർ കാൾഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ദ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ, ഉപഭോഗത്തിന് നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന എന്താണ് വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ കൺസംഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന്റെ മനസ്സിൽ, ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ എന്തുണ്ട്? വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ വാണ്ട്സ് അല്ലെങ്കിൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ടി വരും. എങ്കിൽ ആ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു മനുഷ്യന് എന്ത് നൽകുകയാണ്? എന്ത് അവന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് അല്ലെങ്കിൽ സംതൃപ്തപ്പെടുത്താനുള്ള ആ ഉൽപ്പന്നത്തിന്റെ കഴിവ്
അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺസംഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് എനിക്ക് എന്താണ് ഒരുപാട് തെസ്റ്റിയാണ്, എനിക്ക് ഒരുപാട് എന്താണ് ദാഹമുണ്ട് തന്നല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മാംഗോ ജ്യൂസ് കടയിൽ ചെന്ന് വാങ്ങി കഴിക്കുന്നു. ആ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റ് ആണ് തന്നല്ലോ. ആ ഫൈനൽ പ്രൊഡക്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുന്നു. എന്റെ വാണ്ട് അല്ലെങ്കിൽ എന്റെ നീഡ് എന്താണ്? തെസ്റ്റിയാണ്. അതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം തന്നല്ലോ. അതിനുള്ള ആരുടെ പവർ? ആ പ്രൊഡക്റ്റിന്റെ പവർ. അതിനെയാണ് എന്ന് വിളിക്കുന്നത് കൺസംഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് ചിലപ്പോൾ എന്റെ വാണ്ട് എന്ത് ചെയ്യണമെന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു മാംഗോ ജ്യൂസ് കൂടെ വീണ്ടും എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വീണ്ടും ഒരു മാംഗോ ജ്യൂസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എത്ര കൺസ്യൂം ചെയ്തു? 3 മാംഗോ ജ്യൂസ് കൺസ്യൂം ചെയ്തു എന്ന് പറയാം. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഈസ് കാൾഡ് കൺസംഷൻ. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞാൽ, ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ത് ചെയ്യുന്ന പരിപൂർണമായി നിറവേറ്റപ്പെടാനുള്ള ആ ഒരു ഉൽപ്പന്നത്തിന്റെ കഴിവിനെയാണ് എന്ന് വിളിക്കുന്നത് കൺസംഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ പ്രൊഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ അല്ലെ. അപ്പൊ ഉൽപ്പന്നങ്ങൾ കൺസംഷന് വേണ്ടി ലഭ്യമായ ഉൽപ്പന്നങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ ഒരു ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയൽ. ഇപ്പൊ ഒരു ഷർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഉദാഹരണമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ ചേരുന്നതാണ് ഒരു ഷർട്ട് എന്ന് പറയുന്നത്? അതിന് ക്ലോത്ത് വേണം അല്ലെ, അതുപോലെ തന്നെ എന്താണ് ത്രെഡ് വേണം, അല്ലെ ബട്ടൺസ് വേണം, മറ്റു ഡിസൈനിങ് വല്ലതും ചെയ്യുന്നെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണം. അതിനെല്ലാം നമുക്ക് വിളിക്കാം അതിന്റെ റാ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്ന് വിളിക്കാം തന്നല്ലോ. അപ്പൊ ആ റാ മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഒരു ഫോമിലാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് പ്രിപ്പയർ അല്ലെങ്കിൽ എന്ത് നമുക്ക് റെഡിയാക്കാൻ കഴിയുന്നത്? ഒരു ഷർട്ട് നമുക്ക് റെഡിയാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റാ മെറ്റീരിയൽസ് ആയ ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? കൺസംഷന് വേണ്ടിയുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. നമുക്കിനി വേറെ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? വിനിയോഗിച്ചാൽ മതി. അപ്പൊ അത് അന്തിമ ഉൽപ്പന്നമായി മാറിക്കഴിയും. അപ്പൊ എനിക്കൊരു ഷർട്ട് ഇടണം എന്നുള്ള എന്റെ ആഗ്രഹം ആര് സാറ്റിസ്ഫൈ ചെയ്യുന്ന? ആ പർട്ടിക്കുലർ ബ്രാൻഡ് ഷർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അപ്പൊ അതിന്റെ എന്തായി? കൺസംഷൻ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ കൺസംഷൻ റെഡി ആയിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഫൈനൽ പ്രൊഡക്റ്റ് ആയ ഷർട്ടിൽ എന്തെല്ലാം ഉണ്ട്? റാ മെറ്റീരിയൽസ്, ക്ലോത്ത് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ ചെലവുണ്ട് തന്നല്ലോ. അത് വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതിൽ ബട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ട് തന്നല്ലോ. ബട്ടണുകള് അത് നമ്മള് തുണിയുടെ വില, അതുപോലെ തന്നെ ബട്ടൺസിന്റെ വില, അതുപോലെ തന്നെ എന്താണ് നൂല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, അതിന്റെ വില. അതിൽ വരുന്നത് തയ്ക്കുന്ന ആളിനെ ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? അതിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, പൈസ കൊടുക്കേണ്ടതായിട്ട് വരും തന്നല്ലോ. ആ ലേബർ ചാർജ് ഇതെല്ലാം കൂടി ചേരുന്നതായിരിക്കും ആരുടെ വിലയെന്ന് പറയുന്നത്? ഷർട്ടിന്റെ വിലയെന്ന് പറയുന്നത്. അപ്പൊ ഷർട്ട് എന്ത് ചേർന്നു? ഈ റാ മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർന്ന് എന്ത് ഫോമിലായി? ഷർട്ട് എന്ന് പറയുന്ന രൂപത്തിലെത്തി. ആ ഷർട്ട് എന്ന് പറഞ്ഞ എന്താണ്? കൺസംഷന് റെഡിയായ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. But the money value of final product is taken into account for calculating the gross national product. ഇപ്പൊ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റിന്റെ മണി വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേക്ക് ഇൻ ടു അക്കൗണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏത് കൺസിഡർ ചെയ്യുന്നുണ്ട്? ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ്. മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്ട്സ് ആണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്? കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് നാഷണൽ ഇൻകം. ഗ്രോസ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ മണി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഷർട്ടിന്റെ നമ്മൾ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ ആ ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതിന് ഉണ്ടായ റാ മെറ്റീരിയൽസിന്റെ ചാർജസ്, ആ റാ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, അതിന്റെ ഉണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് തന്നല്ലോ, അതെല്ലാം സമ്മപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആഡപ്പ് ചെയ്തിട്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിന്റെ ഫൈനൽ വാല്യൂ ഓഫ് അല്ലെങ്കിൽ മണി വാല്യൂ ഓഫ് എന്താണ് പറയുന്നത്? ആ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ വൈ കാൽക്കുലേറ്റിംഗ് ദ മണി വാല്യൂ ഓഫ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്താണ്? ദ വാല്യൂ ബിഹൈൻഡ് ദാറ്റ് പ്രൊഡക്റ്റ് also to be considered. So as an example for this consider the shirt. So what are the raw materials here? Buttons, clothes, etc. to be included to find out the money value. So the money value of final goods and services produced is the national product. അപ്പോ എന്താണ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ?
ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും എന്താണ് പണത്തിന് തുല്യമായ മൂല്യം തന്നല്ലോ. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് തന്നല്ലോ. അപ്പോ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത എന്താണ് ഫൈനൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും മണി വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ മണി വാല്യൂ നമ്മൾ എങ്ങനെ അറിയിച്ചതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ GNP of a country അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഓഫ് എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഇപ്പൊ ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഓരോ നിശ്ചിത സാമ്പത്തിക വർഷത്തിൽ അധിഷ്ഠിതമായാണ് എന്ത് കണ്ടുപിടിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ദ GNP ഓഫ് എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ്. ഒരു രാജ്യത്തിന്റെ GNP കണക്കാക്കുന്നത് ഫോർ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിലേക്കായി. സാമ്പത്തിക വർഷം ഇന്ത്യയെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ എന്താണ് ഫസ്റ്റ് ഏപ്രിൽ ആരംഭിക്കുകയും അടുത്ത വർഷത്തിലെ 31 മാർച്ചിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തില് എന്ത് ചെയ്യും ഫസ്റ്റ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എവിടെ അവസാനിക്കും അടുത്ത വർഷത്ത് ഏത് 31 മാർച്ചിൽ. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്നായിരിക്കും ഫസ്റ്റ് ഏപ്രിൽ 2020 സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ എവിടെ അവസാനിക്കും 31 മാർച്ച് 2021 എൻഡ് ചെയ്യുന്നതാണ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ. അത് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും തന്നല്ലോ. അപ്പൊ ഫസ്റ്റ് ഏപ്രിൽ പർട്ടിക്കുലർ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നു 31 മാർച്ചിൽ എൻഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആണ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നല്ലോണം അത് വായിക്കുക. സംശയം ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സെക്കൻഡ് കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP. നമ്മൾ പത്രങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് GDP അല്ലെ. GDP ഇൻക്രീസ് ആയി, GDP ഡിക്രീസ് ആയി. അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ടു അനലൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കണോമി. ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് കിട്ടുന്ന എന്താണ് കോൺട്രിബ്യൂഷൻ അവരുടെ സംഭാവനകൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഇൻകത്തിൽ ഉപയോഗിക്കുന്ന വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഏറ്റവും അനുയോജ്യമായ ഒരു ആശയമാണ് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കൺസെപ്റ്റ്, ഏറ്റവും അനുയോജ്യമായ ഒരു ആശയം. ഏതിന്റെയാണ് നാഷണൽ ഇൻകത്തിന്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്തിനു വേണ്ടി ടു അനലൈസ് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി. എന്ത് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ദ കോൺട്രിബ്യൂഷൻ ഓഫ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളുടെ എന്താണ് സംഭാവന വിശകലനം ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഇൻകം എന്ന് പറയുന്ന യൂസ് ചെയ്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. The GDP of a country is the total money value of the final products and the services produced within the domestic territory during a financial year. അപ്പോൾ ഫിനാൻഷ്യൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു രാജ്യത്തിന്റെ എന്താണ് ഡൊമസ്റ്റിക് ടെറിട്ടറി ആഭ്യന്തര അതിർത്തിക്കില്ല. അപ്പൊ എന്ത് പോകരുത് ഫോറിൻ കൺട്രീസിലോട്ട് പോകരുത്. ആ ഒരു ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ അതിർത്തിക്ക് ഉള്ളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഫൈനൽ ഗുഡ്സിന്റെയും അതുപോലെ തന്നെ സർവീസിന്റെയും ടോട്ടൽ മണി വാല്യൂ ആണ് എന്ന് പറയുന്നത് GDP എന്ന് വിളിക്കുന്നത്. GDP എന്ന് വിളിക്കുന്നത് എന്താണ്
ടോട്ടൽ മണി വാല്യൂ ആണ്, മണി വാല്യൂവിന്റെ സമ്മാണ്, മണി വാല്യൂവിന്റെ ആകെ തുകയാണ്. ഏതിന്റെ മണി വാല്യൂവിന്റെ ആകെ തുകയാണ്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തത്. എപ്പോഴാണ്? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സാമ്പത്തിക വർഷത്തില് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സിന്റെയും സർവീസിന്റെ, ഏതിന്റെയാണ്? ഫൈനൽ ഗുഡ്സ്, അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിന്റെ ആകെ തുകയാണ് അല്ലെങ്കിൽ ടോട്ടൽ ആണ് എന്ന് പറയുന്നത് GDP. ഇനി വായിച്ചു നോക്കുക. GDP ഓഫ് എ കൺട്രി ഈസ് ദ total money value of the final goods and services produced within the domestic territory during a financial year. അപ്പൊ അങ്ങനെയാണെങ്കിൽ പല സ്ഥാപനങ്ങൾ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ കൺട്രിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കാണും, അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ കൺട്രിക്ക് വെളിയിൽ പ്രവർത്തിക്കുന്നത് കാണും, സ്ഥാപനങ്ങൾ കാണും, വ്യക്തികൾ കാണും തന്നല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് GDP-യിൽ കൺസിഡർ ചെയ്യുന്നത്? ദി ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് എബ്രോഡ് and the profit of institutions and firms operating abroad will not be included while calculating the gross domestic product. അപ്പോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യരുത്? ഒന്ന് ഏതാണ്? ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് എബ്രോഡ് തന്നല്ലോ. ഈ പർട്ടിക്കുലർ രാജ്യത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനം, ഇൻകം ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് എബ്രോഡ് തന്നല്ലോ. ഒരു രാജ്യത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനം ഏതിൽ പരിഗണിക്കരുത്, ഏതിൽ കൺസിഡർ ചെയ്യരുത്, ഏതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്? ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫേംസ് ഉണ്ട് തന്നല്ലോ. സ്ഥാപനങ്ങള് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികള് തന്നല്ലോ. ഇവയൊക്കെ എവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഒരു രാജ്യത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അവ ലാഭത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ലാഭം എവിടെയുള്ള? ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഫേമുകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺട്രിക്ക് വെളിയിൽ പ്രവർത്തിക്കുന്ന എന്താണ്? അതിന്റെ ടെറിട്ടറിക്ക് വെളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഫേമുകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രോഫിറ്റ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഇത് രണ്ടും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലുള്ള ഫൈനൽ പ്രൊഡക്ട്സ് സർവീസിന്റെയും അതുപോലെ തന്നെ എന്താണ് ഗുഡ്സിന്റെയും മണി വാല്യൂന്റെ ടോട്ടലാണ് എന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. അപ്പൊ ഏതവിടെ അവിടെ കൺസിഡർ ചെയ്യരുത്? GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് അവോയ്ഡ് ചെയ്യണം? ദ ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് എബ്രോഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫേംസ് ഓപ്പറേറ്റിംഗ് എബ്രോഡ്. ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിക്കുക. എവിടെയാണ്? എബ്രോഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വെളിയിൽ തന്നല്ലോ. വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ്, ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇൻക്ലൂഡ് ചെയ്യരുത്, ഉൾക്കൊള്ളിക്കരുത്. എപ്പോൾ? വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഫേം തന്നല്ലോ, അത് എവിടെ ഓപ്പറേറ്റ് ചെയ്യാണ്? അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണ് തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനം എന്ത് ചെയ്തു? ആ ഫേം എന്താ ജനറേറ്റ് ചെയ്തു? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ ഒരിക്കലും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് ആര് ഇൻക്ലൂഡ് ചെയ്യും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് അമേരിക്കയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരിക്കലും അത് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താണ്? അത് നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറിക്ക്, ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് വെളിയിലാണ്. ദാറ്റ് മീൻസ് എബ്രോഡ് വർക്ക് ചെയ്യുന്ന, എബ്രോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ഫേമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാത്തത്? നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ഏതില്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റില് കൺസിഡർ ചെയ്യാത്തത്. അപ്പൊ അത് ആര് കൺസിഡർ ചെയ്യും? അമേരിക്ക കൺസിഡർ ചെയ്യും. പക്ഷേ ആ പ്രോഫിറ്റ് ഏത്? ഈ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഇന്ത്യയുടെ എന്താണ് എബ്രോഡായിട്ട് വർക്ക് ചെയ്യുന്ന പക്ഷെ സ്ഥാപനം എന്താണ്? ഒരു ഇന്ത്യൻ കമ്പനിയാണ് തന്നല്ലോ. അപ്പൊ ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷെ അതിവിടെ വർക്ക് ചെയ്യാണ് എബ്രോഡ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എക്സാമ്പിൾ ഏതാണ്? അമേരിക്കയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കൺട്രിയുടെ എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യും? ഇന്ത്യയുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റില് അല്ലെങ്കിൽ GNP-യിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നല്ലോ, വർക്ക് എബ്രോഡ്, ഒരു സ്ഥാപനം
അത് ലാഭം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഇന്ത്യക്ക് വെളിയിലാണ് എങ്കിൽ അതിന്റെ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതിൽ കണക്കാക്കും? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ കണക്കാക്കുകയും ഏതിൽ കണക്കാക്കുകയുമില്ല? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ കണക്കാക്കുകയുമില്ല. അപ്പൊ അത് ഏത് രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലാണ് കണക്കാക്കുന്നത്? ഏത് രാജ്യത്താണോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ വൈൽ കാൽക്കുലേറ്റിംഗ് ദ GDP ഓഫ് ഇന്ത്യ എന്താണ്? ഇങ്ങനെയുള്ള ഇംഗങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് NNP അല്ലെങ്കിൽ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വിളിക്കും. അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വിളിക്കുകയാണ്. നമ്മളൊരു ഉദാഹരണം പറയാം അല്ലെ. എന്താണ്, ഒരു കാറ് ഞാൻ മേടിച്ചു. ആ കാറ് മേടിച്ചു എനിക്കത് 10 ലക്ഷം രൂപയായി. കാറിന്റെ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് 10 lakh rupees ആണ് അതിന്റെ കോസ്റ്റ്. ഞാനത് വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ആ 10 lakh എനിക്ക് ആ പർച്ചേസ് ചെയ്ത ആ കോസ്റ്റ് പ്രൈസ് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഞാനത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. സപ്പോസ് അങ്ങനെയാണെങ്കിൽ ഞാനത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറ് എനിക്ക് 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ എത്ര ലക്ഷം രൂപയുടെ ഡിഫറൻസ് വന്നു? 2 lakh rupeesന്റെ എന്ത് വന്നിരിക്കുകയാണ്? ഡിഫറൻസ് വന്നിരിക്കുകയാണ്. ആ 2 lakhന്റെ ഡിഫറൻസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അതിന്റെ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ യൂസേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? കോസ്റ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ തന്നല്ലോ. ഈ കോസ്റ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ അതിനെ നമ്മൾ അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് ഫോർ ദ വിയർ ആൻഡ് ടിയർ ഇറ്റ് ഈസ് കാൾഡ് ഡിപ്രീസിയേഷൻ ചാർജസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം, അല്ലെങ്കിൽ നമുക്കൊന്ന് വിളിക്കാം തേയ്മാന ചെലവ് എന്ന് വിളിക്കാം. അപ്പൊ ആ ഡിപ്രീസിയേഷൻ ചാർജ് കുറഞ്ഞതിന് ശേഷമേ എനിക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? ആ പർട്ടിക്കുലർ ഉൽപ്പന്നം അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും വിൽക്കും. അപ്പൊ വലിയ വലിയ ഉൽപ്പന്നങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അസറ്റ് എന്ന് നമ്മൾ വിളിക്കും, ആസ്തികൾ എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് എന്ത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലല്ലോ. അപ്പോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നു, പർച്ചേസ് കമ്പ്യൂട്ടർ. അതിന് എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യണത്? സോൾഡ് ഔട്ട് ചെയ്യുന്നു. എന്താണ്? സെയിം എമൗണ്ട് പർച്ചേസ് പ്രൈസ് ഒരിക്കലും കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്താണ്? ഒരു മെഷീനറി അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാറുകൾ, അങ്ങനെയൊക്കെയുള്ള എന്താണ് വലിയ വലിയ ഹെവി എന്താണ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ ഉള്ള ഹ്യൂജ് വാല്യൂ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് തന്നെയല്ലോ. അതൊക്കെ എന്താണ്? ടൈം പാസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും? അതിന് എന്താണ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്ന ഒരു സഫറിങ് അല്ലെങ്കിൽ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്ന ഒരു ചെലവ് അത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. But the cost incurred to remedy this wear and tear is termed as a depreciation charge. അപ്പൊ ഇങ്ങനെയുള്ള അസറ്റ്സ്, ആസ്തികൾ, വലിയ വലിയ വിലയുള്ള വസ്തുക്കൾ തന്നെയല്ലോ, അതിന് ഉണ്ടാകുന്ന ചെലവ്. എന്തിനു വേണ്ടി ഉണ്ടാകുന്ന ചെലവാണ്? ഇൻകേർഡ് അല്ലെങ്കിൽ ഉണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെമഡി ദ വിയർ ആൻഡ് ടിയർ തന്നെയല്ലോ. റെമഡി ചെയ്യുന്നത് പരിഹരിക്കുക അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ ഈ വിയർ ആൻഡ് ടിയർ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അസറ്റ്സുകൾക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ ചാർജസ് അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ? The cost incurred to remedy the wear and tear for assets is called depreciation charges or is termed as depreciation charges. അപ്പൊ നാഷണൽ ഇൻകം കൺസിഡർ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ ഏത് പരിഗണിക്കണം? ഡിപ്രീസിയേഷൻ ചാർജും കൂടെ പരിഗണിക്കണം. But when we deduct depreciation charges from the gross national product, we get the net national product. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് വളരെ ഈസിയാണ്. എന്തറിയാമെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജസ് നമുക്കറിയാമെങ്കിൽ തന്നെയല്ലോ. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജസ് അറിയാമെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും ഏത് ലെസ് ചെയ്താൽ മതി, ഏത് റെഡ്യൂസ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ചാർജസ് റെഡ്യൂസ് ചെയ്താൽ മതി. എന്തറിയണം? ഡിപ്രീസിയേഷൻ ചാർജസ് നമുക്ക് അറിയാമെങ്കിൽ എന്തറിയണം? ഗ്രോസ്
നാഷണൽ പ്രൊഡക്റ്റ് നമുക്കറിയാമെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈക്വൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജസ്. അപ്പൊ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ ചാർജസ് ലെസ് ചെയ്താൽ, മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ ആൾമോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ ഇൻകം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നാഷണൽ ഇൻകം. ആൾമോസ്റ്റ് കേസിൽ ഇതല്ലോ ഏകദേശം അല്ലെങ്കിൽ 99% എന്ത് തന്നെയാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് മാറുന്നത്. അടുത്തത് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം. നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ? പ്രതിശീർഷ വരുമാനം തന്നല്ലോ. അപ്പോ പെർ ഹെഡ് ഇൻകം അല്ലെ? ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തിയുടെ വരുമാനം എത്രയാണ്? പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നാഷണൽ ഇൻകം കണ്ടുപിടിച്ചു. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യം തന്നെയാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിന് തുല്യം തന്നെയാണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്തു? ഡിപ്രീസിയേഷൻ ചാർജസ് ലെസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടി. അതായത് ഏത് കിട്ടി? നാഷണൽ ഇൻകം കിട്ടി. ആ നാഷണൽ ഇൻകത്തിനെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി തന്നെയല്ലോ. അപ്പോ ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ പോപ്പുലേഷൻ ഈസ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? നാഷണൽ ഇൻകത്തിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഏതുകൊണ്ട് ഭാഗിക്കുക? ദേശീയ വരുമാനത്തിനെ ആ രാജ്യത്തിന്റെ എന്താണ് മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ, നാഷണൽ ഇൻകത്തിനെ ആ രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം, പെർ ഹെഡ് ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. When we divide the national income by population, we get per capita income. അപ്പോൾ per capita income കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? It helps to know the economic position of a country and to compare it with the other countries. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? per capita income വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ എന്താണ് സാമ്പത്തിക അവസ്ഥ, എക്കണോമിക് പൊസിഷൻ അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യാം? മറ്റ് രാജ്യത്തിന്റെ എന്താണ് സാമ്പത്തിക അവസ്ഥയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. It helps to know the economic position of a country and to compare it with the other countries. അങ്ങനെയാണ് നമുക്ക് ഉദാഹരണം പറയാം. 2018 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത്, പെർ ഹെഡ് ഇൻകം എന്ന് പറയുന്നത് സപ്പോസ് $100 ആണ്, $100 തന്നല്ലോ. അതുപോലെ തന്നെ എന്താണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ആ 2018 $90 ആണ്, $90 ആയിരുന്നു തന്നല്ലോ. ഇപ്പൊ 2018 ഇന്ത്യയുടെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $100, ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $90. അപ്പോഴത്തേന് നമുക്കൊരു കമ്പാരിസൺ നടത്താൻ കഴിയും. ഏത് രാജ്യമാണ് എക്കണോമിക് പൊസിഷനിൽ എന്താണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്? ഏത് കൺട്രിയാണ് എക്കണോമിക് പൊസിഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? ഇന്ത്യയാണോ ചൈനയാണോ? ആരുടെ ഈ പെർ ക്യാപിറ്റ ഇൻകമാണ് കൂടുതൽ? ഇന്ത്യയുടെ പെർ ക്യാപിറ്റ, ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയുടെ വരുമാനമല്ലേ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആരാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? ഇന്ത്യയാണ് എക്കണോമിക്കലി സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഓക്കെ, 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $120, 2019 ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $130. കമ്പയർ ചെയ്ത് നോക്കാം. ആർക്കാണ് അവിടെ സ്ട്രോങ് എക്കണോമിക് പവർ ആയിട്ട് നിൽക്കുന്നത്? ചൈനയാണോ ഇന്ത്യയാണോ? ചൈനയാണ്. എന്തുകൊണ്ട്?
2019 ഇന്ത്യയുടെ USD പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $120 ആയിരുന്നു. പക്ഷേ ചൈനയെ സംബന്ധിച്ചുള്ള എന്തായിട്ട് മാറി $130 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ ആരാണ് സ്ട്രോങ്, എക്കണോമിക്കലി സ്ട്രോങ് ആയി മാറിയത്? ചൈനയാണ് എക്കണോമിക് സ്ട്രോങ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ ഓരോ വർഷത്തെ പെർ ക്യാപിറ്റ ഇൻകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ നടത്താം. അതിലുപരി നമ്മുടെ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകവും മറ്റു രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകവും തമ്മിൽ എന്ത് ചെയ്യാം, കമ്പാരിസൺ നടത്തി നമുക്ക് എക്കണോമിക് പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും എക്കണോമിക് പവർ നമുക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിനും ഏത് സഹായിക്കും? കാൽക്കുലേഷൻ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. പിന്നെ അതിലുപരി എന്താണ് എപ്പോഴും പറഞ്ഞ് ഇമ്പോർട്ടൻസ് പറഞ്ഞു, എന്താണത് നല്ലോണം വായിച്ചാൽ മാത്രം സ്റ്റേറ്റ് സിലബസ് അനുസരിച്ച് നമുക്ക് ഏത് ഏരിയയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ചാനൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറ്റുള്ള ആവശ്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ ഷെയർ ചെയ്യുക. യാതൊരു വിരോധവുമില്ല. വളരെ നല്ല രീതിയിൽ പഠിക്കുക. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.